ഹലോ ഗൈസ്, ബലി പെരുന്നാളാണ് ഗൈസ്. അതായത് നമ്മൾ അജ്ജി പെരുന്നാൾ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പെരുന്നാൾ നിസ്കാരം 7 മണിക്ക് നിസ്കരിക്കാൻ വേണ്ടി പോകുന്നത്. ആ പെരുന്നാൾ ലേറ്റ് ആയിട്ടാണ് പള്ളിക്ക് എത്തുന്നത്. അതുകൊണ്ട് ഉപ്പ കാലത്തെ പോകുന്നുണ്ട്. ഉപ്പാനെ കയറിയിരുന്നു വൈകി പള്ളിയിലെത്തി നോക്കുമ്പോൾ ആൾക്കാർ ഏകദേശം വന്നിട്ടായി കണ്ണിന്റെ എതിർക്ക് കണ്ട ആൾക്കാർ ഇത് മാർഗലിട്ട് പള്ളി കയറി. ഇത് ചെറിയ പെരുന്നാൾ പോലെ ആൾക്കാരെ കാക്കൊന്നുമില്ല. കറക്റ്റ് 7 മണിക്ക് നിസ്കാരം നിസ്കരിക്കാൻ തുടങ്ങി. നിസ്കാരം കഴിഞ്ഞിട്ട് ഉസ്താനെ കുത്തുണ്ടായി. അത് കഴിഞ്ഞിട്ട് ഉസ്താനെ കുറച്ച് പ്രസംഗം ഉണ്ടായി. അതിന് ശേഷമാണ് മെയിൻ പരിപാടി അസ്തദാനം, അതായത് ആശംസ പറയൽ. ഇതൊരു ടാസ്ക് ഉള്ള പരിപാടി തന്നെ. കോത്ത് പിടിച്ചാറ് വീണ്ടും കോത്ത് പിടിക്കുന്നു. അറിയുന്നില്ല ആർക്കെല്ലാം കൊടുത്തിന് ആർക്കെല്ലാം കൊടുത്തിട്ടാണ്. പക്ഷേ ഈ കോത്ത് പിടിക്കുമില്ല വേറൊരു പാങ്. അതാണ് ഈ പെരുന്നാളിലെ ഹൈലൈറ്റ് സാധനം. അങ്ങനെ കണ്ണിന്റെ എതിർ കാണുന്ന ആൾക്കെല്ലാം കഴിഞ്ഞ പോലെ ഞാൻ ഹഗ് ചെയ്ത് ഷെയ്ക്കാൻ്റെ കൊടുത്ത് എല്ലാം സെറ്റ് ആക്കി. വീഡിയോയിൽ കാണാത്ത ആരും കൊണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു അവനോട്. ചെപ്പും പപ്പറും ഡ്രസ് കോഡ് ആക്കി. ഏതിന്റെ അപ്പോൾ വ്ളോഗിൽ ഇടുന്നോണ്ടാന്ന് അറിയാം. എല്ലാവരും കാണുമ്പോൾ കെട്ടിപ്പിടിക്കാൻ വന്നിന് പാഞ്ഞോണ്ട്. പക്ഷെ ഞാൻ അതിൽ ഹാപ്പിയാണ്. അവൻ അങ്ങനെ പുള്ളന്മാരും വലിയ ആളെയും എല്ലാവരും ഞാൻ കെട്ടിപ്പിടിച്ചു. ആൾക്കാരുടെ സന്തോഷം നമ്മളെ സന്തോഷം അത്ര തന്നെ. 7 മണിക്ക് തുടങ്ങിയിട്ട് 8 മണിയാകുമ്പോൾ നിസ്കാരം കഴിഞ്ഞോണ്ട് നമ്മളെ വരുന്ന സ്റ്റാർട്ടായി. യോറന്ത് സാമി ഷർട്ടുകളോ പോലത്തെ ഞാൻ ഉസ്താമാർ ഫ്രീ ആയതുകൊണ്ട് ഉസ്താമാർക്കും കൂടി കൈ കൊടുത്തിട്ട് ഞാൻ പുറത്തിട്ട് നോക്കുമ്പോൾ ഫോട്ടോഷൂട്ട് തുടങ്ങിയിനി. പുറത്തിറങ്ങിയും ഈ കൈ കൊടുക്കലിന് ഒരു അന്ത്യമില്ല. അതാണ് ഈ അജി പെരുന്നാന്റെ പവർ. മമ്മദ് അതിനൊരു വ്ളോഗിൽ ഇട്ടിട്ടാന്നുള്ള പരാതി അങ്ങ് തീർത്ത്. പുറത്തിറങ്ങിയിട്ട് പുള്ളന്മാരി അയിലെ പോണേ എന്താക്കണം എന്ന് അറിയാത്തൊരവസ്ഥയിലുള്ളത്. ഒരിക്കൽ പോയിട്ട് കടന്നിരാന്നില്ലെങ്കിൽ മയവും വരുന്നില്ല. വേറെ ഒന്നും നോക്കിയിട്ട് എല്ലാവർക്കും അങ്ങ് കയറി അങ്ങ് ഇറങ്ങി. അങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ട് നേരെ പോയത് നമ്മൾ അതിന് മാമാന്റെ അടുത്ത്. എതിർക്കന്നെ നല്ലൊരു പോത്തിനും കെട്ടിയിട്ടുണ്ട്. ഒന്ന് നോക്കണം നാളെ ഇറക്കാനുള്ളത്. അങ്ങനെ പെണ്ണ് നോക്കാവുന്ന പോലെ ചെക്കന് പുറത്തേക്കന്നെ സർവത്ത് കൊടുക്കും. ഉള്ളിൽ വെറൈറ്റി ഉള്ള പെരുന്നാൻ്റെ അപ്പം ഉണ്ടായി. എല്ലാത്തിനും ഓരോന്നിടത്ത് തോന്നും. അതിന്റെ ഇടയിൽ പിക്ക് എടുക്കാൻ സ്പെക്ക് ഇല്ലാന്ന് പറഞ്ഞിട്ട് ഫാൻസി സ്പെക്ക് പോയിക്കൊണ്ടു. അങ്ങനെ വീണ്ടും പുള്ളന്മാരൊക്കെ പരിക്കേറാൻ തുടങ്ങി. നമ്മൾ ആദ്യമിന്റെ വരെ വീടിന് സർവത്തും കുടിച്ചിട്ട് കുറച്ച് പാടായിട്ട് പുറത്ത് കഴിഞ്ഞു. നേരെ പൂനാട് പോയി. ആർത്തും തിന്നിട്ടും കുടിച്ചിട്ട് നേരെ ജയിന്റെ പരിക്ക് പോയി. ഇതന്നെ പണി. തിന്നാ കുടിക്കുക ഇരിക്കാൻ നടക്കുക. പിന്നെ നമ്മൾ നേരെ പോയത് മിസ്താന്റെ പരിക്കാണ്. പെരുന്നാക്കുമ്പോൾ മിസ് ഉണ്ടാവില്ല. അതൊക്കെ എന്നെ കളി വന്നിട്ടുണ്ടോ. അപ്പോഴൊക്കെ നമ്മളെ വീഡിയോ നോക്കുന്നത് ചങ്ങായിമാർ എത്തി. ഉള്ളിലേക്ക് കയറണം. അങ്ങനെ പോസിറ്റീവ് ആയിട്ടുള്ള മിർഷാന്റെ ചീരിയിൽ ഞാൻ പോണായി. ചങ്ങായിമാർ ഫുൾ ഓണുണ്ട്. ഇപ്പോഴേക്ക് 6 മിസ്ത വന്നിട്ട് കെട്ടിപ്പിടിക്കുന്നത്. അതിന് അങ്ങനെ ആർത്ത് പുറത്തിട്ട് നേരെ വന്നത് ഫോട്ടോ എടുക്കാൻ വേണ്ടി. അത്യാവശ്യം ഫോട്ടോ എല്ലാം കിട്ടിയോണ്ട് പെരുന്ന സാറ്റിസ്ഫൈഡ് ആയി. നേരെ കയറി നമ്മൾ ഏക്കച്ചാന്റെ വീട് നോക്കുമ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ചോദിച്ചിട്ട് അതിനെ തൊട്ടിൽ നിന്ന് എടുത്തോണ്ട് ഞാൻ ആർത്തും കുറച്ച് ഫോട്ടോ എടുത്ത് നേരെ പോയത് എന്റെ വർക്ക്. എന്റെ വരുന്ന ഉള്ളതെന്ന് തോന്നിട്ട് നേരെ പോയത് പിന്നെ തായതിന്റെ അടുത്ത്. താതി പോയ പാട് നല്ല 10 ദിവസം കൊടുത്തു. ഇതിന്റെ ഒന്നും നോക്കില്ല. നല്ല ബിരിയാണി അടിച്ച് പിന്നെ ഉറങ്ങിയിരുന്നാന്ന് മേടിച്ചിട്ട് നേരെ പോകുന്നത് മുഞ്ചൂര് അവർക്ക്. അങ്ങനെ കാണ്ട് ഓപ്പറേഷൻ ആയിട്ടുള്ളതുകൊണ്ട് പള്ളി കണ്ടിട്ടാ ഓളെ വ്ളോഗിലിടാണല്ലോ. അങ്ങനെ ഓളെ ആശയം മുറാതാക്കി കൊടുത്ത്. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് പൊരിക്കച്ച് നോക്കുമ്പോൾ നമ്മൾ പ്ലസ് 2 അടിച്ച് ചങ്ങായിമാർ വന്നിട്ടുണ്ട്. ഞാൻ ഉറക്കിയിരുന്നിട്ട് പകട് വരും മസ്കും വന്നു. ഒന്നും കൂടി ആയിട്ട് പിന്നെ തീർന്നു. അതിന്റെ ഇടയിൽ പിള്ളമാർ പൊട്ടാത്ത വെടി പൊട്ടിക്കുന്നുണ്ട്. വെടി പൊട്ടാത്തോണ്ട് പടി കൊണ്ട് ചുമ്മാ പിള്ളമാർക്ക് പൊട്ടിക്കുന്നുണ്ട്. എന്തെല്ലാം കാണണം ഉറപ്പേ. അപ്പോഴൊക്കെയാണ് ഓർമ്മ ഇത് നമ്മളെ പോത്തിനെ കണ്ടിട്ടില്ല. അങ്ങനെ പോത്തിനെ ഒരു കണ്ട് ആളറക്കാനുള്ളത്. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ചെറുങ്ങനെ വളരെ ബാക്കി നാളെ ബൈ.